നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പം ബിരിയാണീൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ തന്നെ കുക്കർ ചൂടായി അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അതുപോലെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടിയും അതേപോലെ തന്നെ മുന്തിരിങ്ങയും കൂടെ ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ സവോളയോടെ കുറച്ച് മാത്രം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സവോളയുടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ആ നെയ്യിൽ തന്നെ നമുക്ക് സ്പൈസസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൾ സ്പൈസസ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് സവോളയുടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവോളയും ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ക്യാരറ്റും ബീൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസുമാണിത്. അപ്പം ഒത്തിരി നൈസായിട്ടല്ല, എന്നാൽ അത്യാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബസുമതി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നമുക്ക് വെള്ളത്തിലിടാം. അതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേണ്ട റൈസൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വെജിറ്റബിളുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഓയിലിനകത്തിൽ ആ ഒരു നെയ്ക്കകത്തിലൊക്കെ കിടന്ന് റൈസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റൈസിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു അരമുറി നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു അല്പം എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. സാവധാനത്തിൽ കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാഷ്നട്ടും കിസ്മിസും സവോളയും കൂടെ ഒന്ന് അതിന് മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ കുക്കറൊന്ന് വെറുതെ മൂടി വെക്കാവുന്നതാണ്. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ് ഇത്. വളരെ പെട്ടെന്നെന്ന് പറയുമ്പം നമ്മളൊരു അരി കുതിർക്കാനായിട്ട് ഒരു 30 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ വെജിറ്റബിൾ കട്ടിങ്ങിൻ്റെ ടൈമും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാലും വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈസി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ സൈഡ് ഡിഷായിട്ട് സോയാ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള സോയാ ബോൾ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലൊക്കെ നന്നായിട്ട് കുതിർന്നൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം കളഞ്ഞാണ് എടുക്കുന്നത്. ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. 3 ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യമായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൈര് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് എല്ലാ സോയാ ബോളിലും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ കോൺഫ്ലവർ കൂടെ ചേർത്തത് കൊണ്ട് നല്ലൊരു കോട്ടിങ് പോലെ നിൽക്കുന്നതായിരിക്കും. ഒത്തിരി ചേർക്കേണ്ട, ചെറിയൊരു എമൗണ്ടിൽ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാവുന്നതാണ്.
ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറുതായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേണ്ട ഒരു ഹാഫ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. നമ്മൾ റൈസിന് എടുത്തതിൻ്റെ ബാലൻസ് അതിൻ്റെ കൂടെ വേറൊന്നിൻ്റെ പകുതിയൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇതിനകത്തിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളി ഇതേ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ പച്ചമുളക് കൂടെ എടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് സൈഡ് ചരിച്ചാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. വലിയ കട്ടിയിലല്ല, ചെറുതായിട്ട് നൈസായിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒത്തിരി പച്ചമുളക് എടുക്കുന്നില്ല, ആകെ 3 പച്ചമുളക് എടുക്കുന്നുള്ളൂ. എരിവനുസരിച്ച് എടുക്കുക. ശേഷം ഞാൻ സവോള ഇങ്ങനെയൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. അതായത് അത് സ്ക്വയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒത്തിരി കട്ടിയിലല്ലാതെ ഞാൻ ആ സവോള സ്ക്വയർ ചെയ്തതിനെ ഒന്ന് രണ്ടായിട്ടിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ബോൾസൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ സോയാ ബോൾസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ടെക്സ്ചറും കിട്ടുകയില്ല. അപ്പോൾ ഇതേണ്ടത് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാം ഫ്രൈ ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇതേണ്ട ആദ്യത്തെ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെല്ലാം വന്നപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈവനിങ്ങിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് സ്നാക്സായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അത് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ തന്നെ കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയും ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് ഒത്തിരി ഉടഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗരം മസാലയോട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിനകത്തിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ കുക്കായി വന്നതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു ഗ്രേവി, തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവിയൊക്കെ നല്ല ഒരു തിക്നെസ് ഉണ്ടോ ഗ്രേവിയുടെ, ആ ഒരു രീതി നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ബോൾസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവറിൽ, ആ ഒരു സ്റ്റൈലിൽ നമുക്ക് സോയാ ചില്ലി ഇതേപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പ്നെസ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് അത്രയൊരു ഫ്ലേവർ കിട്ടുകയില്ല. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പം നമുക്ക് ഇതിൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടാറുള്ള ആ ഒരു രീതിയിൽ തന്നെ മസാലയൊക്കെ കോട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോയാ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ റൈസും അതേപോലെ തന്നെ സോയാ ചില്ലിയും അല്പം സവോളയൊക്കെ ഇട്ട് തൈര് റെഡിയാക്കി ചെല്ലാസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ചെല്ലാസ് എന്നാണോ സെർലാസ് എന്നാണോ ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ പേര് പല രീതിയിൽ ഇതിനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ കൂടെ എടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.